കൂട്ടുകാരെല്ലാം പാട്ടും കളിയുമായി സ്കൂളിൽ പോകുമ്പോഴും അതിന് കഴിയാത്തൊരു കൊച്ചുമിടുക്കിയുണ്ട് വയനാട്ടിൽ. ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന രോഗമാണ് വയനാട് അമ്പലവയലിലെ നിയ ഫാത്തിമയെ അലട്ടുന്നത്. ഇത് പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നിയയുടെ മാതാപിതാക്കൾ. വയനാട് അമ്പലവയലിലെ നിയാസിനും കുടുംബത്തിനും ഈ പെരുന്നാൾ ദിനത്തിൽ ഒറ്റ പ്രാർത്ഥന മാത്രമേയുള്ളൂ. എല്ലാമെല്ലാമായ മകൾ നിയ ഫാത്തിമ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഈ കൊച്ചു വീടിന്റെ കളിച്ചിരികൾ മായരുത്. ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന ബീറ്റാ തലാസിമിയ എന്ന രോഗമാണ് നിയയ്ക്ക്. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് പോംവഴി. ചെലവ് 35 ലക്ഷം രൂപ. ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് സ്ഥലവും വീടും വിറ്റിട്ടും ഈ തുക കണ്ടെത്താൻ നിയാസിനായിട്ടില്ല. എൻ്റെ മൂക്ക് 6-ാം മാസത്തിലാണ് ഈ അസുഖം കണ്ടെത്തിയത്. ബീറ്റാ തലാസിമിയ എന്ന അസുഖമായിരുന്നു. ആദ്യം മിംസ് ഹോസ്പിറ്റലിൽ കാണിക്കുകയുണ്ടായി. അങ്ങനെ വീട് സ്ഥലം വിറ്റ് ഇതുവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ മജ്ജ മാറ്റിവെക്കലാണ്. 20 ദിവസം കൂടുമ്പോൾ രക്തം മാറ്റിയാണ് നിയയുടെ ജീവൻ നിലനിർത്തുന്നത്. 5 വയസ്സ് കഴിയുന്നതിന് മുമ്പ് ശസ്ത്രക്രിയ നടത്തണമെന്നാണ് അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം. നിയയുടെ ചികിത്സയ്ക്കായി കുപ്പക്കൊല്ലി പൗരസമിതി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായമില്ലെങ്കിൽ ജീവിതം പോലും മുന്നോട്ട് പോവാത്ത അവസ്ഥയിലാണ് നിയാസും കുടുംബവും. മീഡിയ 1 വയനാട്.